നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര മത്സ്യ മാർക്കറ്റിന്റെ പുറത്തുവെച്ച് മത്സ്യം വിൽപ്പന ആരംഭിച്ചു. ചില്ലറ മത്സ്യ വിൽപ്പന മാർക്കറ്റിന് പുറത്തു പാടില്ലെന്ന പഞ്ചായത്ത് അധികൃതരുടെ അറിയിപ്പും മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി. അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന പേരാമ്പ്ര മത്സ്യ മാർക്കറ്റിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ കൊതുകുശല്യവും വർദ്ധിച്ചു. ഇതോടെ മത്സ്യത്തൊഴിലാളിക്ക് ത്വക്ക് രോഗവും പിടിപെട്ടതായി തൊഴിലാളികൾ പറഞ്ഞു. ഒരു 1.5 വർഷത്തോളമായി പുതുക്കിപ്പണിത പഞ്ചായത്തിൻ്റെ മത്സ്യ മാർക്കറ്റാണ്. ഇത് വിടാന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഓപ്പൺ മാർക്കറ്റുകളാണ് ഉണ്ടാകുക. അതായത് തുറസായ സ്ഥലം. ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കോയിനെ മുറിക്കുന്നതിൻ്റെ തൊട്ട് ഒരു എൻട്രൻസ് മാത്രമാണ് കാര്യമായിട്ട്. ഈ ഇപ്പുറത്തെ എൻട്രൻസിൽ ആൾക്കും കയറി ഇറങ്ങാനും പോകാനും ഒന്നും പറ്റുന്നില്ല. അതേസമയത്ത് ആ എൻട്രൻസിൽ കൂടെ കയറിയും ഈ എൻട്രൻസിൽ കൂടെ ഇറങ്ങുകയാണെങ്കിലും കൂടെ ഒരു നടപ്പാതയില്ല. ഒരുപടി ആൾക്കാർ ഇവിടെ വീണിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ മാർക്കറ്റിൽ ഇത്ര വലിയൊരു ഗ്രിൽസ് വെച്ചിട്ട് ഒരു കൂട്ടിലടച്ചതിൻ്റെ തൊട്ടുള്ളത്. പുറത്തുനിന്ന് മത്സ്യം വന്ന് വാങ്ങാനോ അത് കാണാനോ ഉള്ള ഒരിതില്ല. ശൗചാലയമുണ്ടെങ്കിലും വെള്ളമില്ല, വെളിച്ചമില്ല. ഇതിൽ പൊറുതിമുട്ടിയാണ് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ STU നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ധർണയും മാർച്ചും സംഘടിപ്പിച്ചിരുന്നത്. 120ഓളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നതായും മാർക്കറ്റിനകത്തെ പ്രശ്നമാണ് പുറത്തുവെച്ച് മത്സ്യവിൽപ്പന നടത്തി പ്രതിഷേധിക്കാൻ കാരണമായതെന്നും റാഫിക്കാട് പറഞ്ഞു. ഇപ്പം പേരാമ്പ്ര മാർക്കറ്റിന്റെ സ്ഥിതി എല്ലാവരും അറിഞ്ഞതാണ്. നിങ്ങളെ മാധ്യമങ്ങളും എല്ലാവരും ഈ ഉള്ളിലെ ഈ ശോചനീയാവസ്ഥ ഈ തൊഴിലാളികൾക്ക് 7 തൊഴിലാളികളോളം ഇപ്പോൾ രോഗം ബാധിച്ച് ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ഒരാൾക്കും ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി വന്ന് പോലീസ് വന്ന് ഇവർക്ക് ആർക്കും 5 മിനിറ്റിനുള്ളിൽ നിൽക്കാനുള്ള സൗകര്യം നിൽക്കാനായിട്ടില്ല. അവര് മൂക്ക് പൊത്തലും രോഗി തന്നെ പെട്ടെന്ന് പുറത്തിറങ്ങിയതാ. ഇപ്പോൾ അന്നേരത്തിന് അവര് ഇവിടെ ഒരു നോട്ടീസ് കിട്ടിച്ചിരിക്കും, നാളെ തൊട്ട് ഇന്ന് പുറത്ത് നീന്തക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ജനങ്ങൾക്കെല്ലാം നോക്കി മീൻ വാങ്ങുകയും ചെയ്യുക, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോ ഇവിടെ ഇതുവരെ ഉള്ളിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ജനങ്ങൾ വൈക്കൽ ചെയ്യുക, ഈ സ്ലാബ് ടൈല് പൊട്ടുക ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതുവരെ ഈ പേരാമ്പ്ര മാർക്കറ്റിലെ ഉള്ളിൽ സ്ഥിതി. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കി ഉണ്ടാക്കിയ മാർക്കറ്റായത്. 85 ലക്ഷം ഉറുപ്പ്യ ഈ മാർക്കറ്റിനവര് മുടക്കിക്കുന്ന പറഞ്ഞത്. പുറത്ത് കച്ചവടം തുടങ്ങിയതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ്, സെക്രട്ടറി R നിശാന്ത് എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നു. തുടർന്നാണ് മത്സ്യവിൽപ്പന പുറത്തു പാടില്ലെന്ന് നോട്ടീസ് പതിച്ചതും തൊഴിലാളികളെ അറിയിച്ചതും. എന്നാൽ മത്സ്യം വാങ്ങാനെത്തുന്നവർക്ക് പന്തലൊരുക്കിയാണ് കച്ചവടം നടന്നത്. നല്ല മത്സ്യം കണ്ട് വാങ്ങാമെന്നും അകത്തുള്ള ദുർഗന്ധം സഹിക്കേണ്ടതില്ലെന്നും മഴയില്ലെങ്കിൽ പുറത്തു തന്നെയാണ് സൗകര്യമെന്നും മത്സ്യം വാങ്ങാനെത്തിയവരും പറഞ്ഞു. സൗകര്യമില്ല. ഒന്നാമത് കൊതുകിന്റെ ഭയങ്കര ബുദ്ധിമുട്ട്. ഒന്നാമത് ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണ്ടേ. അത് ഇതിനുള്ളിൽ പോകുന്ന വേസ്റ്റ് കൊണ്ടിട്ട് പോകുന്നില്ല. അതായത് പുറത്തോട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണ്ടേ. ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള ഭയങ്കര ബുദ്ധിമുട്ടാത്. ഇവിടെ മത്സ്യ മാർക്കറ്റ് വെക്കുന്ന നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കും. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാര്യം നോക്കണം, എന്നാലും അങ്ങനെ മനസ്സിലാവും. ഞാൻ പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാകില്ല. ഞാൻ പല പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞതാ, നിങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ഇതിന്റെ വെള്ളം ഒഴിവാക്കി തരിക. പക്ഷെ അതേവര് പറയുന്നത് വെച്ചാൽ ഇങ്ങനെ കൈ മലർത്തുന്ന ആളുടെ അവര് ഷെഡിന്റെ ഉള്ളിലാണെച്ചാല് മഴക്കാലത്തെ സുഖമായിരുന്നു. പിന്നെ ഇപ്പൊ മഴയില്ലാത്ത സമയത്ത് പുറത്താകാൻ കൊണ്ട് ബുദ്ധിമുട്ടില്ല. മഴയുള്ള സമയത്തൊക്കെ വെച്ചാൽ ഞങ്ങൾ പുറത്തുനിന്ന് വിമാനമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല. ഒരു പെറ്റിയടിക്ക് പുറത്തേക്ക് ആക്കിയത്. നേരത്തെ പുറത്തായിരുന്നു കച്ചവടം. അങ്ങനെ പുതിയ സ്റ്റാളൊക്കെ ഉണ്ടാക്കി ഉള്ളിലായിരുന്നു കുറെ കാലമായി കച്ചവടം നടത്തിയിട്ട്. ഇപ്പൊ ഇന്നലെ ആണെന്ന് തോന്നുന്നു എന്നാലും ഇത് പുറത്തായി കാണുന്നത്. 80 ലക്ഷത്തോളം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിന് ഡ്രൈനേജും വെള്ളവും വെളിച്ചവും എന്നുവരുമെന്ന ചോദ്യമാണ് മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യം വാങ്ങാനെത്തുന്നവർക്കും ഉന്നയിക്കുന്നത്. ഈ മാർക്കറ്റ് നമ്മൾ വരുമ്പോൾ പെട്ടെന്ന് കാലുവഴുതി വീഴുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്ന സമയത്ത് പല അപകടങ്ങളും പല സമയത്തും ഞാൻ തന്നെ വീണിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അത്രയും ശോചനീയമായ അവസ്ഥയിലാണ് മാർക്കറ്റിന്റെ ഉൾവശം ഇപ്പോൾ ഉള്ളത്. അതിപ്പോ ഏതായാലും പുറത്തു വെച്ച് വിൽക്കുന്നതിൽ വലിയ ഖേദകരമായ കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഈ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ മത്സ്യം വാങ്ങാൻ വരുന്ന സമയത്ത് ഇതിനകത്ത് പലതവണയും വൈദ്യുതി വീഴാറുണ്ട്. അപ്പൊ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയണം.
എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ നമ്മുടെ നാടിൻ പ്രദേശത്ത് ഇപ്പം മാർക്കറ്റിൽ വെച്ച് പേരാമ്പ്ര മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു സുപ്രധാനമായ ഒരു മാർക്കറ്റാണ്. പേരാമ്പ്രയുടെ അഭിനന്ദനം എന്നുള്ള നിലക്ക് നമ്മൾ ഈ മാർക്കറ്റ് കാണുകയും ഈ മാർക്കറ്റിൽ പല രാജ്യത്തു നിന്നും മത്സ്യം എത്തുന്നതും ഒരു മാർക്കറ്റാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.